അറിഞ്ഞുകൊണ്ട് ഒരു ജീവനെ നിങ്ങൾ നശിപ്പിച്ചാൽ അത് കൊലപാതകമാണ്. അതിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചാലും ഇനിയിപ്പോൾ ആരംഗീകരിച്ചാലും അത് കൊലപാതകമാണ്. ഒരു ആത്മാവ് നീണ്ട വർഷം കാത്തിരുന്നിട്ടാണ് ഒരു ശരീരം എടുക്കുന്നത്. ആ എടുത്തു വരുന്ന ആത്മാവിനെ ഭൂമി കാണിക്കാതെ നമ്മൾ പറഞ്ഞു വിട്ടാൽ ഉറപ്പായിട്ടും വൈരാഗ്യം ഉണ്ടാവും. അത് അടുത്ത നിമിഷം നമ്മൾ നശിക്കാൻ തുടങ്ങും. ഒരു പ്രൊട്ടക്ഷൻ സ്വീകരിക്കണതിന് എന്നാ പ്രശ്നം? കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞതിന് ശേഷം പാരൻസ് നശിപ്പിച്ച് കളയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇത് ഉറപ്പായിട്ടും ബാധാദോഷമായിട്ട് മാറും. കർമ്മം അനുഭവിച്ചേ പറ്റൂ. അതിന് നിങ്ങൾ എത്ര മന്ത്രം ജപിച്ചിട്ടും എത്ര മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല മോനെ, അനുഭവിക്കേണ്ട വരും. ഈ റീബർത്ത് കാര്യങ്ങളൊക്കെ പോസിബിൾ ആണോ? റീബർത്ത് ഉള്ളതാണ്. അവർ പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു. എന്നെ പറ്റി അവർ മൊത്തം പറഞ്ഞു. എനിക്ക് ഈ ജന്മത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ആരാണ് ഈ ജന്മത്തിൽ, ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്താണ്, എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ജോലികളെല്ലാം വിടേണ്ടവരും, എല്ലാം ഉപേക്ഷിക്കേണ്ടവരും, എല്ലാം തകർന്ന് തരിപ്പടമാവും തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇതിന് വർഷങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ദേവിയുടെ വരുത്തുപോക്ക് എന്നൊക്കെ പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയല്ല, ഈ പറയുന്ന ക്ഷേത്രങ്ങളിലോട്ട് വരുന്ന ആത്മാക്കളുടെ വരുത്തുപോക്കാണ്. പക്ഷെ ഒരു വിരല് പോലും അനക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് പേടിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ്. എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് പ്രേതബാധ എന്ന് പറഞ്ഞു. ഈ പറയുന്ന സോളുകളുടെ പ്രത്യേകത ഇവർ സെക്ഷലി അബ്യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്ന സമയത്ത് അദൃശ്യമായൊരു സാന്നിധ്യം വരും, തലോടുന്നതായിട്ട് ഫീൽ ചെയ്യും, അവരെ ഉമ്മ വയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്യും തുടങ്ങിയുള്ള ഒരുപാട് ഇമോഷണൽ കടന്നു പോകും. ഇറ്റ്സ് എ ട്രാപ്പാണെന്ന് മനസ്സിലാക്കി 2-3 മണിക്കൂർ സെക്ഷലി അങ്ങ് അബ്യൂസ് ചെയ്ത് കളയും, ഉപയോഗിച്ച് കളയും. ഈ മന്ത്രവാദം, പ്രേതം, ഭൂതം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ക്രൈസാണല്ലോ. ഇത് ഒരു വട്ടം നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് പുറത്ത് കിടക്കാൻ പറ്റില്ല. മറ്റേതിനെ എന്താണോ നമ്മൾ തകർക്കുന്നത് എങ്കിൽ മാത്രമേ ഉള്ളിലിരിക്കുന്നതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, മരണം വരെ നമ്മൾ ഇങ്ങനെ കൈകൊമ്പി നിൽക്കും. ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇപ്പോൾ ഗർഭകാലത്ത് തന്നെ അബോർഷൻ എന്നുള്ളൊരു പ്രക്രിയ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞപ്പോൾ അതിൻ്റെ ആത്മാവ് വൈരാഗ്യം കൊണ്ട് നെക്സ്റ്റ് ഈ അമ്മയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും കൊന്നു കളയുന്നു എന്നുള്ളൊരു സംഭവം അവർ പറഞ്ഞത്. അവർക്കറിയില്ലായിരുന്നു വരുന്നതെല്ലാം അബോർഷനാവുന്നു. അപ്പോൾ ഒരു അസ്ട്രോളജി വെച്ച് നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ ആത്മാവാണ് കൊല്ലുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മാവിനെ വേറൊരു ആത്മാവിനെ കൊല്ലാനായിട്ട് സാധിക്കുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊന്നും സാധിക്കില്ല. പക്ഷേ എല്ലാ അബോർഷൻസും അങ്ങനെ നമ്മൾ എടുക്കണ്ട. കാരണം ഇപ്പോൾ അസുഖമായിട്ട് വരുന്നത്, മെഡിക്കൽ കണ്ടീഷൻ്റെ ഭാഗമായിട്ട് പോകുന്നത്, ചിലപ്പോൾ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോകുന്ന അബോർഷൻസ് ഒന്നും ഇതിൻ്റെ ബാധകമല്ല. അറിഞ്ഞുകൊണ്ട് ഒരു ജീവനെ നിങ്ങൾ നശിപ്പിച്ചാൽ അത് കൊലപാതകമാണ്. അതിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചാലും ഇനിയിപ്പോൾ ആരംഗീകരിച്ചാലും അത് കൊലപാതകമാണ്. നമ്മൾ ഒരു ആത്മാവിനെ, ഒരു ജീവനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവിൾ മൈൻഡാണെന്നതിൻ്റെ അർത്ഥം, നമ്മൾ നെഗറ്റീവാണെന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ നമ്മുടെ മുഴുവൻ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, മാനസികം, സാമ്പത്തികം, ശാരീരികം, നമ്മുടെ സാമൂഹികം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളിലുള്ള നമ്മുടെ പോസിറ്റിവിറ്റി തകർന്നില്ലാണ്ടായി പോകും. അറിഞ്ഞുകൊണ്ട് അബോർഷൻ നടത്തിയ എല്ലാവരും എടുത്തു നോക്കിക്കോ, റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാവും, ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ അവരെ ബാധിക്കും, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെ ബാധിക്കും, സമൂഹത്തിൽ എല്ലാവരോടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും അവർക്ക് ഇല്ലാണ്ടാവും, തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാണ്ടാവും. കാരണം എന്ന് പറയുമ്പോൾ ഒരു ശരീരം നീണ്ട വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് ഒരു ശരീരം എടുക്കുന്നത്. ഒരു ആത്മാവ് നീണ്ട വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് ഒരു ശരീരം എടുക്കുന്നത്. ആ എടുത്തു വരുന്ന ആത്മാവിനെ ഭൂമി കാണിക്കാതെ നമ്മൾ പറഞ്ഞു വിട്ടാൽ ഉറപ്പായിട്ടും വൈരാഗ്യം ഉണ്ടാവും. അത് ആ ആത്മാവ് ചെയ്യണമെന്നില്ല, കർമ്മം അവിടെ നമുക്ക് എഴുതി വെക്കപ്പെടും. അടുത്ത നിമിഷം നമ്മൾ നശിക്കാൻ തുടങ്ങും. ഒരു പ്രൊട്ടക്ഷൻ സ്വീകരിക്കണതിന് എന്നാ പ്രശ്നം? ഒരു 10 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ച് ഉപയോഗിക്കണമെങ്കിൽ ഇവർക്ക് എന്നാ പ്രശ്നം? അപ്പോൾ അത്രയും പോലും മൈൻഡ് സെറ്റിൽ ഒരു ജീവനെ കൊല്ലാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പ്രവർത്തികൾ ഇത് അനുഭവിക്കാതെ പോകാൻ പറ്റില്ല. ഇനി നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും, ഇനി ഇവിടെയാണ് മറ്റൊരു തലം, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ നേരെ പോയിട്ട് പള്ളിയിൽ, അമ്പലത്തിൽ നിന്നിട്ട് പ്രാർത്ഥന തുടങ്ങും. അതായത് മറ്റുള്ളവരെ ചതിച്ച്, മറ്റുള്ളവരെ പെയിൻ കൊടുത്തും, മറ്റുള്ളവരെ ഇല്ലാണ്ടാക്കിയും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കുന്ന ആളുകളാണ് കൂടുതലും ഈ പറഞ്ഞ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ കണ്ടേ, അഭിരാമിക്ക് പഠിക്കണം, ജോലി വാങ്ങണം, അച്ഛനമ്മേനെ നോക്കണം, നല്ല നിലയിലെത്തണം, ഇതിനിടെ എവിടെ പ്രാർത്ഥിക്കാൻ സമയം? ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അഭിരാമി പോസിറ്റീവാണ്. സ്വന്തം അച്ഛനമ്മേനെ നോക്കുന്നതിനേക്കാളും വലിയ എന്ത് പ്രാർത്ഥനയുള്ളത്? സ്വന്തം ശരീരത്തെ ഏറ്റവും മനോഹരമായി നോക്കുന്നതിനേക്കാളും എന്ത് വലിയ പ്രാർത്ഥനയുള്ളത്? ഏറ്റവും നമ്മുടെ കഴിവുകളെ വളർത്തുന്നതിനേക്കാൾ ഏറ്റവും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ ഇതെല്ലാം ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. അല്ലാതെ നമ്മൾ മാറി എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. മാറി എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യുന്ന, അതായത് എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണേ. എപ്പോഴും പ്രാർത്ഥന ശ്രദ്ധിച്ചോ, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണേ ഭഗവാനെ, ഈശോയെ. അപ്പം തെറ്റ് ചെയ്യാതിരുന്നാൽ പോരെ? അത് പറ്റില്ല. തെറ്റ് ചെയ്യണം, എന്നിട്ട് അത് ദൈവം ക്ഷമിക്കണം. ക്ഷമിച്ച് കഴിഞ്ഞിട്ട് നമുക്കുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണം. ഇതാണ് ഒരു ടോക്സിക് മൈൻഡ്, നമ്മളൊരു വൃത്തികെട്ട മൈൻഡ് എന്നൊക്കെ വിളിക്കുന്ന സാധനം. ഇത് നടപടി ആവില്ല.
മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുൻപാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾ തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ കർമ്മഫലം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞിന് അങ്ങോട്ട് ജീവൻ അല്ലെങ്കിൽ ഭൂമി കാണിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അനുഭവിക്കേണ്ടി വരും. പല കേസുകളിലും, എല്ലാ കേസുകളിലുമല്ല, പല കേസുകളിലും ഇപ്പോൾ ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കൊന്നുകളഞ്ഞെന്ന് കരുതുക. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് പലപ്പോഴും ശത്രുവായിട്ട് മാറും. എല്ലാ കേസുകളിലുമില്ല, വളരെ റെയർ കേസുകളിൽ മാത്രം ശത്രുവായിട്ട് മാറും. അതും ഏറ്റവും മോശപ്പെട്ട് അബോർഷൻ ചെയ്ത കേസുകളിൽ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. അതല്ലെങ്കിൽ ആ ഭാര്യ ഭർത്താക്കന്മാർ അടിച്ചു പിരിയും. ആ കുഞ്ഞ് എങ്ങനെയാണോ നരകിച്ചത്, ആ കുഞ്ഞ് എങ്ങനെയാണോ അനുഭവിച്ചത്, അത് രണ്ടുപേരും നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങളിലോട്ട് പോകുന്നത്? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസുകളിലും അങ്ങനെ സംഭവിക്കില്ല. ഇനി ചില കേസുകളിൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞതിന് ശേഷം പാരൻസ് നശിപ്പിച്ച് കളയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇത് ഉറപ്പായിട്ടും ബാധാദോഷമായിട്ട് മാറും, പ്രേതബാധമായിട്ട് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ 60 വർഷം, 70 വർഷം, 80 വർഷമൊക്കെ ജീവിക്കാൻ സമയമുണ്ടാവും. അതുവരെ ഈ കുഞ്ഞിന് പോകാൻ പറ്റില്ല, റിലീസ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞ് അവിടെ നിൽക്കും. അവിടെ നിൽക്കുന്നത് എവിടെ നിൽക്കും? അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, വളർത്തിക്കൊണ്ടുപോകും. അതായത് ഏറ്റവും മനോഹരമുള്ളൊരു കുഞ്ഞിനെ കൊടുക്കും, ഏറ്റവും മനോഹരമുള്ളൊരു കാറ് കൊടുക്കും, ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാഹചര്യങ്ങളും ജീവിതവും പണവും എല്ലാം കൊടുക്കും. എന്നിട്ട് വലിച്ചങ്ങ് താഴെയിടും. മോനെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ പോകുമ്പോഴാണ് നമുക്ക് പെയിൻ വരുന്നത്, കിട്ടാതിരിക്കുമ്പോഴല്ല. അതായത് അഭിരാമിക്കൊരു കാറ് വേണം. കാറ് വാങ്ങിച്ച് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞാൽ കാറ് നശിച്ചു പോയത് എവിടെ കൊണ്ട് ഇടിച്ചു, അവിടെയാണ് പെയിൻ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തി കൊണ്ടുപോയിട്ട് അടിച്ച് താഴെയിടും. അപ്പോൾ എന്ത് പറ്റും? ഭയങ്കര ബുദ്ധിമുട്ടിലായി പോകും. ഇതാണ് പ്രശ്നം. നമ്മൾ വിചാരിക്കും ഈ നെഗറ്റീവായ ചെയ്ത ആളുകൾ എന്തുകൊണ്ടേ വളർന്നു പോകണമെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അവരുടെ ജീവിതത്തിൽ അവർ ഉയർന്ന നിലയിലോട്ട് പോകുന്നു, അവർ പൈസ ഉണ്ടാക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഴം കൂടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവായ കുഞ്ഞുങ്ങളുള്ള വീട്, ഇത്തരത്തിലുള്ള അബോർഷൻ ചെയ്ത കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മേനെ നല്ല നിലയിലെത്തിക്കും. ഈ സോള് തന്നെ കൊണ്ടെത്തിക്കും. എന്നിട്ട് വലിച്ച് താഴെയിടും. അതായത് ആ മകന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾട്ടയായിട്ട് തിരിയും. ആ കുഞ്ഞ്, രണ്ടാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് ശത്രുവായിട്ട് മാറും. അല്ലെങ്കിൽ ആ കുഞ്ഞ് കല്യാണം കഴിയുന്ന ഭാര്യ വരുന്ന ശത്രുവായിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ മാനസികമായി വിഭ്രാന്തിലോട്ട് ഈ പറയുന്ന അച്ഛനമ്മയും കൺവേർട്ടാവും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അടിത്തറ ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വീട്ടിലോട്ട് വരാൻ തുടങ്ങും. പോരെ? അതായത് അഭിരാമിക്ക് കാറുണ്ട്, അഭിരാമിക്ക് പൈസയുണ്ട്, സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അഭിരാമിക്കൊരു ഭീകരമായ അസുഖമുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. മറ്റേതുണ്ടായിട്ട് എന്താ കാര്യം? മറ്റേതുള്ളത് ഡിപ്രഷൻ ആവാൻ തുടങ്ങും. അവിടെയാണ് പെയിൻ വരുന്നത്. അതായത് നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാറുണ്ട്, ഓടിക്കാൻ പറ്റുന്നില്ല. നല്ല ഭക്ഷണമുണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. ഇതല്ല ഏറ്റവും വലിയ ദുരന്തം. ഇല്ലാത്തതല്ല ദുരന്തം, ഉള്ളത് ചെയ്യാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പെയിനായിട്ട് മാറുന്നത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വീഡിയോ പോയിട്ട് ഒരുപാട് പേര് പാനിക്കായതാണ്. ഞാൻ പറയുന്ന എല്ലാ കേസുകളിലുമല്ല, വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, പറ്റിപ്പോയതാണെങ്കിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക, അനാഥാലയങ്ങളിൽ പോയി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. എന്തുകൊണ്ട് മാറുന്നു എന്നല്ലാട്ടോ പറയുന്നത്. ആ ആത്മാവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക, നല്ലൊരു ശരീരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് എന്താണോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് മാക്സിമം ചെയ്യുക. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു 50 രൂപയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുക. കുറച്ചൊരു ആശ്വാസം കിട്ടും. അതല്ലാതെ കുഞ്ഞ് അബോർഷനായിട്ട് പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, തീർന്നു. എവിടെ കിടക്കുന്നു ആത്മാവ്? നമ്മൾ കാരണം കൊണ്ട് വിളിച്ച് വരുത്തിയ ഒരു ആത്മാവിനെ, അതായത് നമ്മുടെ വീട്ടിലോട്ട് ഒരു ഗസ്റ്റിനെ നമ്മൾ വിളിച്ച് കയറ്റി കൊണ്ടുവന്നിട്ട് ചെകിടത്തടിച്ച് പറഞ്ഞിട്ടോലെയാണ് ഈ പറയുന്ന രീതി. അതായത് വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിട്ടേക്കാം, ക്ഷമിക്കില്ല. ആത്മാവിനെ സംബന്ധിച്ചിട്ട് അതീന്ദ്രിയമായ കഴിവുള്ള ഒന്നാണ്. ഇപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് അതീന്ദ്രിയമായ കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം. കാരണം എന്താ? അത് ഈശ്വരനാണ്. ആ വന്ന കുഞ്ഞ് ഈശ്വരനാണ്. ആ കുഞ്ഞിനെയാണ് നമ്മൾ ഇല്ലാണ്ടാക്കി കളഞ്ഞത്. എന്നിട്ടാണ് നമ്മൾ പള്ളിയിലും അമ്പലങ്ങളിൽ ഇരിക്കുന്ന ഈശ്വരനെ പോയി വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രൂപക്കൂട്ടിരിക്കുന്ന ഈശ്വരനെ വിളിക്കുന്നത്. കേൾക്കില്ല. കർമ്മം അനുഭവിച്ചേ പറ്റൂ. അതിന് നിങ്ങൾ എത്ര മന്ത്രം ജപിച്ചിട്ടും എത്ര മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല മോനെ, അനുഭവിക്കേണ്ട വരും. ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വരുമ്പോൾ ആ കുഞ്ഞിലേക്ക് എപ്പോഴാണ് ഒരു ആത്മാവ് എൻ്റർ ചെയ്യുന്നത്? ഗർഭാവസ്ഥയിലായിരിക്കുമോ, അല്ലെങ്കിൽ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീണതിന് ശേഷമാണോ? സ്പിരിച്വലായിട്ടുള്ള ടോക്കാണ് പറയുന്നത്, സയൻറ്റിഫിക്കലുള്ള ടോക്ക് ഇതിനകത്തില്ല. അതായത് എപ്പോഴും ജന്മം എടുക്കുന്നതേ ആത്മാവാണ്. അതിൻ്റെ പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. ഓൾറെഡി സെലക്റ്റഡ് ആണ് ഒരു ആത്മാവ്, അതിന് സെലക്റ്റഡായി നിൽക്കുകയാണ്.
നമ്മളിലോട്ട് കണക്റ്റ് ആവേണ്ടത്. അത് പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഏറ്റവും തൊട്ട് മുൻപുള്ള തലമുറയിൽപ്പെട്ട ആളുകളും നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് വന്ന് ജനിക്കുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നമുക്കൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ വയ്യാതെ മരിച്ചു, എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയ ഒരു ആത്മാവാണെങ്കിലും ആ സോള് വീണ്ടും നമ്മുടെ കുഞ്ഞായിട്ട് ജനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല പല വീടുകളും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതേ അനിയൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, അതായത് ഞാൻ വീണ്ടും വീണ്ടും തലമുറകളായിട്ട് വീണ്ടും കണക്റ്റായി വരുന്ന രീതികളും കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രഗ്നൻസി ടൈം തൊട്ട്, അതായത് തുടക്കം തൊട്ടേ ആ സോള് കണക്റ്റഡാണ്, സോള് വെയിറ്റിങ്ങിലാണ്. അതായത് സോൾ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സോള് സംബന്ധിച്ചിട്ട് എത്രയോ യുഗങ്ങളാണ് ആ സോളിൻ്റെ മെമ്മറി ഇരിക്കുന്നത്. അതിനെല്ലാം കട്ട് ചെയ്ത് ആ സോള് നേരെ ഒരു കുഞ്ഞിലോട്ട് കൺവെർട്ട് ആവാൻ തുടങ്ങും. പിന്നെ ആ സോളിന് അതീന്ദ്രിയമായ ശക്തിയില്ല, ഓർമ്മകളില്ല, ഇമോഷൻസില്ല, ഒന്നുമില്ല, പ്യുവറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് അതീന്ദ്രിയമായ കഴിവുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയെ എടുത്ത് വലിച്ചെറിയാനുള്ള കഴിവുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം നമ്മൾ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നത്. ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്ത് നിന്ന പ്രവർത്തികൾ മാത്രമേ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനയിലൂടെയോ മന്ത്രങ്ങളിലൂടെയോ നമ്മൾ നമ്മുടെ ശക്തി ആർജിച്ച് മുന്നോട്ട് വരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്ക സമയത്ത് തന്നെ തൊട്ട് മുമ്പ് വരെ സോൾ വെയിറ്റിങ്ങിലാണ് ശരീരം സ്വീകരിക്കാൻ വേണ്ടി. ആ സോൾ പ്രസൻസ് ഒരു പക്ഷേ വളരെ ഡീപ്പായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സോള് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെയാണ് ആ പ്രോസസ്സ് നോർമലായിട്ട് സ്പിരിച്വൽ വേയിൽ ആ പ്രോസസ്സ് നടന്നു പോകുന്നത്. ഈ റീബർത്ത് കാര്യങ്ങളൊക്കെ പോസിബിൾ ആണോ? ചേട്ടൻ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു നേരിട്ടുള്ളൊരു അനുഭവം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പോസിബിളാണ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പരമഹംസ യോഗാനന്ദൻ്റെ ഒരു ബുക്കുണ്ട്, യോഗിയുടെ ആത്മകഥ. ആ ബുക്കിനകത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരുപാട് ബുക്ക്സ് നമുക്ക് അവൈലബിളാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ റീബർത്ത്, ഞാൻ തൊട്ട് മുൻപ് ഒരു ഗുരുവിൻ്റെ കീഴിൽ മെഡിറ്റേഷൻ യോഗയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം എനിക്കെന്തോ സംഭവിച്ചു. ശേഷം എടുത്തിരിക്കുന്ന ജന്മമാണ് എൻ്റെ. ഞാൻ കുറേ അനുഭവങ്ങളുടെയും കുറേ ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും തന്നെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ എനിക്കറിയാം. ഞാനത് കണ്ടെത്തിയതായിരുന്നു. ശേഷം ഞാൻ വന്നു കയറേണ്ട മേഖല ഇതാണ്. ക്രിസ്ത്യാനിറ്റിയിലൂടെ കടന്നു വന്ന് ഹിന്ദു മതത്തിലോട്ട് കൺവെർട്ടായി മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പാത്തിലൂടെ തന്നെ ഞാൻ പോകണമായിരുന്നു. എന്ന് പറഞ്ഞാൽ മുൻ ജന്മത്തിൽ എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവാണ് ഇന്ന് എന്നെ നിയന്ത്രിക്കുന്നത്. കാരണം ഞാൻ പറയുന്നതോ സംസാരിക്കുന്നതോ എൻ്റെ യുക്തിയിലോ എൻ്റെ കഴിവിലോ ഉൾപ്പെട്ട കാര്യങ്ങളല്ല. കാരണം ഞാൻ വളരെ ടിപ്പിക്കൽ ക്രിസ്ത്യൻ ഫാമിലി ജനിച്ച ഒരാളാണ്. എനിക്കിതായിട്ട് ഒരു ബന്ധമില്ല. ഈ പറയുന്ന വിഷ്ണുവായിട്ടോ കൃഷ്ണനായിട്ടോ മെഡിറ്റേഷനോ ആശ്രമമോ ഗുരുവോ ഒന്നും എനിക്ക് അറിയില്ല. ഒരു ക്രിസ്ത്യൻ ഫാമിലി ജനിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. നമുക്കിതുമായി ബന്ധപ്പെടാൻ പറ്റില്ല. ഒരു അമ്പലത്തിലെ പ്രസാദം പോലും ഒരുപക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ക്രിസ്ത്യൻ ഫാമിലിയുള്ള ആൾക്കാർ. കാരണം അത് തെറ്റാന്ന് പഠിപ്പിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ വരുന്നത്. അങ്ങനെ സമൂഹത്തിൽ നിന്നാണ് ഒറ്റയടിക്ക് ഷിഫ്റ്റായിട്ട് ഞാൻ ഇതിലോട്ട് കൺവേർട്ട് ആവുന്നത്. എന്ന് പറഞ്ഞാൽ റീബർത്തും ഉണ്ട്. മുൻ ജന്മങ്ങളിൽ നമ്മൾ യോഗകളോ മെഡിറ്റേഷൻസോ സാധനങ്ങളോ ചെയ്ത് മുടങ്ങിപ്പോയ ആളുകളാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മറ്റൊരു ജന്മം എടുത്ത് നമ്മുടെ ഗുരു വന്ന് നമുക്ക് ദീക്ഷ തരും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കൃത്യമായി അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. റീബർത്ത് ഉള്ളതാണ്. അപ്പോൾ ഈ തഞ്ചാവൂരിലെ താളിയോല അതൊക്കെ സത്യമാണോ? ഇപ്പോൾ സത്യമാണ്. അതെ, എനിക്ക് ആദ്യം ഞാനിത് നോക്കാൻ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നോക്കാൻ വേണ്ടി പോയപ്പോൾ തൃശ്ശൂർ ഒരു സ്ഥലത്താണ് ഞാനത് നോക്കാൻ വേണ്ടി പോയത്, ഒരു ടീമിൻ്റെ അടുത്ത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ തട്ടിപ്പായിക്കൊന്ന് തട്ടിപ്പായി അവർ ആദ്യം നോക്കിയിട്ട് അവർ എൻ്റെ ഇതെടുത്തുകൊണ്ട് വന്നു, ഓല എടുത്തുകൊണ്ട് വന്നു പറഞ്ഞു. അവർ പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു. എന്നെപ്പറ്റി അവർ മൊത്തം പറഞ്ഞു. എനിക്ക് ഈ ജന്മത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ആരാണ് ഈ ജന്മത്തിൽ, ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്താണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ജോലികളെല്ലാം വിടേണ്ടവരും എല്ലാം ഉപേക്ഷിക്കേണ്ടവരും എല്ലാം തകർന്ന് തരിപ്പടമാവും തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വാസമുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുണ്ട് അവസാനം അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു സംശയമാണ്, ഈ തേർവീഴ്ച അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഈ പോക്കുരുവിനെ പറ്റിയിട്ടല്ലേ പറയുന്നത് അല്ലേ? വരുത്തുപോക്കിനെ പറ്റി. ഈ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിലോട്ട്, ഓരോ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിലോട്ടും ഈ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ആത്മാക്കൾ, അത് നമ്മൾ പലപ്പോഴും ദേവീ സങ്കല്പത്തിലാണ് ഇതിനെ വിളിക്കുന്നത്. ഞാൻ അതിനങ്ങനെയല്ല ഇതിനെ കാണുന്നത്. അതായത് ദേവിയുടെ സഞ്ചാരപാത എന്നൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ദൈവങ്ങൾക്കൊരു സഞ്ചാരപാത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആത്മാക്കൾക്കൊരു സഞ്ചാരപാതയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളാണ് ആത്മാക്കൾക്ക് വിശുദ്ധി കൊടുക്കുന്ന സ്ഥലം, ശുദ്ധീകരണശാല എന്ന് വിളിക്കും അതിനെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൻ്റെ നട തുറക്കുമ്പോൾ നടയ്ക്ക് കുറുകെ നിൽക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണാത്ത ലക്ഷക്കണക്കിന് ആത്മാക്കൾ ശിവക്ഷേത്രത്തിൻ്റെ മുൻപിൽ വന്ന് തൊഴുതു നിൽക്കുന്നുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? ശിവനാണ് മോക്ഷം കൊടുക്കേണ്ടത്. ഈ ദുരാത്മാക്കൾക്കും ആത്മാക്കൾക്കും മുഴുവനും മോക്ഷം കൊടുക്കേണ്ട ഒരാൾ ശിവനാണ്. ശിവൻ്റെ അവിടെ ഒന്ന് തൊഴുതു നിൽക്കുന്ന ആത്മാക്കൾക്ക് നമ്മൾ വട്ടം കിടന്ന കാണാൻ പറ്റില്ല ഭഗവാനെ. അപ്പോൾ അതുകൊണ്ടാണ് വഴി തടഞ്ഞ് നിൽക്കരുതെന്ന് പറയുന്നത്. എല്ലാവർക്കും എന്ന് കരുതി സോളുകൾ അമ്പലത്തിനകത്തോട്ട് കയറും കേട്ടോ, പള്ളിയുടെ അകത്തോട്ടും കയറും. പോസിറ്റീവായ സോളുകൾ ഒരുപാടുണ്ട്. പക്ഷേ വളരെ നെഗറ്റീവായ സോളുകൾ കരഞ്ഞ് നിലവിളിച്ച് ശാപം കിട്ടി ദുരിതത്തിന് അനുഭവിക്കുന്ന ഒരുപാട് സോളുകളുണ്ട്. ഈ സോളുകളെ നമ്മൾ ഈ അമ്പലത്തിന് പുറത്ത് നിന്നിട്ടാണ് ഇവർ വീക്ഷിക്കുന്നത്. പ്രാർത്ഥിച്ച് നടക്കുന്ന ആത്മാക്കളാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പകൽ അതിരാവിലും വൈകുന്നേരമുള്ള സമയത്തെ പറ്റി പറയുന്നത്. ഇനി ചില സമയങ്ങളിൽ രാത്രി സമയത്ത് ഇത് ആലോചിച്ച് നോക്കൂ, സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ഗുരുക്കന്മാരുടെ ജോലികൾ എന്താ, അല്ലെങ്കിൽ ഉപാസനമൂർത്തികളുടെ ജോലികൾ എന്താ? നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരെ സംരക്ഷിക്കുക. ഇതാണ് അവരുടെ ജോലി. എന്തുകൊണ്ടാണ് മനുഷ്യരെ സംരക്ഷിക്കേണ്ടി വരുന്നത്? നെഗറ്റീവായ സോളുകളിൽ നിന്നും നെഗറ്റീവായ എനർജികളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കാണുന്ന ഡയമെൻഷൻ അല്ല ഇത് എൻ്റെ ഡിഫറെൻറ്റ് ഡയമെൻഷനാണ്. ഇതിനെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അടുത്ത തലത്തിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സോളുകളെ എല്ലാം വിളിച്ച് വരുത്തി അവർക്ക് വേണ്ട ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം ഈ പറയുന്ന ശുദ്ധീകരിച്ച് ഈ പറയുന്ന ഭഗവാന്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്ന ഒരു പ്രക്രിയ എല്ലാ ആരാധനാലയങ്ങളിലും രാത്രി സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിന് ഒരു പ്രോപ്പർ ചാലുണ്ട്. പല വഴിക്കൊന്നും പോകാൻ പറ്റില്ല. ആ ചാലിക്കൂടെ മാത്രമേ, അതായത് ഒരു വഴിയെന്ന് നമുക്ക് വിളിക്കാം, ഒരു റൂട്ട്. ഈ റൂട്ടിലൂടെ വേണം ഇവർ അമ്പലത്തിലോട്ട് കടന്നു വരാൻ, അല്ലെങ്കിൽ പള്ളികളിലോട്ട് കടന്നു വരാൻ. അവിടെയാണ് ശുദ്ധീകരിക്കുന്നത്. ഈ പല പുണ്യാളന്മാരും പല വിശുദ്ധരും പല ഉപാസനമൂർത്തികളും പല ദൈവങ്ങളും പല ഗുരുക്കന്മാരും ഈ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലാണ് രാത്രി. അതുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒന്നും പോയി കിടന്ന് ഉറങ്ങരുതെന്നും ആൽത്തറകളിൽ പോയി ഇരിക്കരുതെന്നും പറയുന്നത് ഇതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോള് കടന്നു വരുന്ന സമയത്ത് അത് ദൃശ്യമാവും അമ്പലങ്ങളിലോ പള്ളികളിലോ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എനർജി താങ്ങാൻ പറ്റില്ല. ഹൈ എനർജിയിലാണ് അത് കംപ്ലീറ്റും എനർജിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവിടെ ഒരു ഹൈ എനർജി, അവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ദൈവങ്ങൾ അത് ഓരോ പോയിന്റുകളിലാണ് സംഭവിക്കുന്നത്. ചില സമയങ്ങളിൽ അമ്പലങ്ങളോ പള്ളികളോ ആവാം, ചില സമയങ്ങളിൽ അതിന് പർട്ടിക്കുലറായൊരു സ്ഥലങ്ങളുണ്ടാവും, ചില സ്ഥലങ്ങൾ കാവുകളാവാം, ചില സ്ഥലങ്ങൾ വളരെ തുറസായ ചില എനർജി പോയിന്റുകളുണ്ടാവും. ഇവിടെയൊക്കെ ആയിരിക്കും ഈ സംഗമങ്ങൾ നടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും ചെയ്യുന്നതും പ്രോസസ്സിലൂടെ കടത്തിവിടുന്നതും മുഴുവനും. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്കിത് താങ്ങാൻ പറ്റില്ല. ഇനി രണ്ട്, നമ്മൾ മെൻ്റലായി പോകും. അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ. ഇതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആളുകൾ കണ്ട് പേടിച്ച് നടക്കുന്നതൊക്കെ പറയുന്നത്. ഈ സഞ്ചാരപാതയിൽ നമ്മൾ നിൽക്കുകയോ കിടന്നുറങ്ങുകയോ വീടുകൾ വയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാധിക്കാൻ തുടങ്ങും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് വെച്ചു, ഒരു വീടിനെ സംബന്ധിച്ചിട്ട് അവിടെ എന്ത് വേണം? പോസിറ്റീവായ ഊർജ്ജം വേണം, സാമ്പത്തികമായ വളർച്ച വേണം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഈ നെഗറ്റീവായ എനർജികൾ കടന്നു പോകുന്ന വഴിക്കാണ് ഈ വീടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പോകുന്ന വഴിയൊക്കെ ഈ വീടുകളിലൂടെ മുഴുവനായിരിക്കും സാധനം കയറിറങ്ങി പോകുന്നത്. ഈ നെഗറ്റീവ് എനർജി പോകുന്ന വഴിക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോസിറ്റീവായ ഊർജ്ജം വലിച്ചിട്ടായിരിക്കും ഇറങ്ങി പോകുന്നത്. ആ വീട്ടിലുള്ള ആളുകൾക്ക് അസുഖം വരും, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഇവർക്ക് അസുഖങ്ങളായിരിക്കും, തുടങ്ങിയുള്ള എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവും. അതിനെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതിന് വേറെ ഓപ്ഷൻ ഇല്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആലോചിക്കും. അതല്ല, എങ്ങനെ വേണമെങ്കിലും വന്നോളാൻ പറയാൻ പറ്റുമോ സോളുകളോട്? ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിയോട് എങ്ങനെ വേണമെങ്കിലും വരാൻ പറയാൻ പറ്റില്ല. ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇതിന് വർഷങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ദേവിയുടെ വരുത്തുപോക്ക് എന്നൊക്കെ പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയല്ല, ഈ പറയുന്ന ക്ഷേത്രങ്ങളിലോട്ട് വരുന്ന ആത്മാക്കളുടെ വരുത്തുപോക്കാണത്. അവർ വരുന്നു പോകുന്നു, ഈ വഴിയിലാണ് ഈ സാധനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഒരു തീഗോളം പോലെ കണ്ടു എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും അത് ഭയപ്പെടുത്തുന്നല്ലേ? അതായത് ചിലപ്പോൾ നമ്മളിങ്ങനെ രാത്രി ഇത്തരത്തിലുള്ള അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന കാവുകളിലോ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഉയർന്ന രൂപം ഉയർന്നു വന്നു, വന്നിട്ട് കണ്ടവൻ പേടിച്ച് ഓടി. ഒരു തീകോളം ഉരുണ്ടുപോയി, എന്നിട്ട് കണ്ടവൻ പേടിച്ച് ഓടി. ഒരു ശബ്ദം കേട്ടു, കണ്ടവൻ പേടിച്ച് ഓടി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് പേടിച്ചോടാന്നുള്ളതല്ലേ? ഇവർ വന്നിട്ട് കഴുത്തിൽ ഞരമ്പ് കടിച്ച് മുറിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ നമ്മുടെ മാംസം ഭക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ ടിപ്പിക്കലി കഥകളിൽ പറയുന്നതിൽ ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇനി മേലിൽ അവിടെ വരരുത്, ഇനി മേലിൽ ആ സമയത്ത് അവിടെ വന്ന് കയറരുത്, ഇത് നിങ്ങളുടെ സമയമല്ല. ആത്മാക്കൾക്കാണ് രാത്രി സമയം, രാത്രി യാമങ്ങൾ. അവർക്ക് ആ സമയത്തേ ഇറങ്ങാൻ പറ്റുള്ളൂ, അവർക്ക് ആ സമയത്താണ് ഈ പ്രോസസ്സിലൂടെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത് പല രീതിയിലുമുള്ള സോൾ പ്രസൻസുകളും സോൾ ഇഷ്യൂസും കാണിക്കുന്നത് രാത്രിക്ക് ശേഷം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ചില സമയങ്ങളിൽ ഇത് ദൃശ്യമാവാൻ തുടങ്ങും.
ഇത് ചില സമയത്ത് പകൽ സമയങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കിതിന് കാണാനോ അല്ലെങ്കിൽ ഇത് അനുഭവിക്കാനോ പറ്റും. അപ്പോൾ അത് അങ്ങനെ ഒരു ടൈം പീരീഡിലാണ് നടക്കുന്നത്. പിന്നെ സൂര്യനുമായി ഇതിനകത്ത് ഭയങ്കര ബന്ധമുണ്ട്. സൂര്യൻ എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായ ഊർജ്ജം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒന്നുകൂടിയാണ്. അത് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പാടില്ല നമുക്കിതിലോട്ട്. എന്ന് പറഞ്ഞാൽ അത് തട്ടാൻ പാടില്ല തുടങ്ങി. അതുപോലെ തന്നെയാണ് ഈ പ്രകാശവും. പല ഡിഫറെൻറ്റ് ഇപ്പം നമ്മൾ ചില സമയം പൂജാ റൂമിൻ്റെ അകത്ത് നമ്മൾ വിളക്കുകൾ കത്തിച്ച് വയ്ക്കുമ്പോഴും നിത്യമായിട്ട് നമ്മൾ വിളക്കുകൾ കത്തിച്ച് വയ്ക്കുക എന്ന് പറയുന്നത് ആ പ്രകാശം, ആ പോസിറ്റീവായ പ്രകാശത്തിലൂടെ നമുക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ദീപങ്ങൾ നമ്മൾ കത്തിച്ച് വയ്ക്കുക എന്നൊക്കെ പറയുന്നത്. ഈ പ്രകാശവും ഇവരെ ബാധിക്കും എന്ന് പറഞ്ഞാൽ ആ രൂപത്തെ ദൃശ്യമാക്കും. ഇവർ വളരെ ഹൈഡായിട്ടാണ് നടക്കുന്നത് ഇവർക്ക്. ഇത് അങ്ങനെയാണ് പൊതുവേ നമുക്ക് അതിനകത്ത് സ്പിരിച്വൽ മേഖലയിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോകുന്നത്. ചില സമയങ്ങളിൽ ഉറങ്ങുന്ന ടൈമിൽ അതായത് കണ്ണ് തുറക്കാൻ പറ്റില്ല, പക്ഷേ ചുറ്റുമുള്ളതെല്ലാം അറിയാൻ പറ്റും എന്തൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ ഓരോ ശബ്ദങ്ങൾ വരെ ഇതാക്കാൻ പറ്റും, പക്ഷെ ഒരു വിരൽ പോലും അനക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് പേടിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണോ? അതും ഇതുപോലെ ഒരു നെഗറ്റീവ് എനർജി അങ്ങനെ എന്തെങ്കിലും? സ്ലീപ്പിംഗ് പാരലൈസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡ്രീമിങ് സ്റ്റേജ് തുടങ്ങിയിട്ടുള്ള കുറേ കണ്ടീഷനും വിളിക്കാം. മോനെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് വന്നാലും ആദ്യം നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മൾ വന്നിരിക്കുന്ന ഒട്ടും സുഖകരമായ കഥകളിലൂടെയല്ല, ഒട്ടും പോസിറ്റീവായ കഥകളല്ല നമുക്ക് ആദ്യം നമ്മുടെ പാരൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്താ? രാത്രിയാണ്, നമ്മൾ കുഞ്ഞുങ്ങളാണ്, പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല, തേള് കൊത്തും, പാമ്പിൻ്റെ ശല്യങ്ങളുണ്ടാവും, ഉപദ്രവിക്കുന്ന ജീവികളുണ്ടാവും, രാത്രി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ പറ്റില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അമ്മമാരെ സംബന്ധിച്ചിട്ട് നമ്മുടെ അച്ഛനമ്മമാരെ സംബന്ധിച്ച് കൺസേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ രാത്രി പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മുടെ അച്ഛനമ്മയും നമ്മുടെ മുത്തശ്ശന്മാരും നമുക്ക് പറഞ്ഞു തരുന്ന കഥകൾ മുഴുവനും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞു തരുന്ന കഥകളാണ്. ഇത് നമ്മുടെ ഉള്ളിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഏത് തരത്തിലായിരിക്കും? വളരെ ചെറുപ്പത്തിൽ. കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. ഭയങ്കരമായിട്ട് അവർ ഇമാജിനേറ്റ് ചെയ്ത് കളയും. അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇത് പിന്നീട് നമ്മുടെ ജീവിതത്തിലോട്ട് അങ്ങനെ നമ്മളെ ഒരുപാട് കയറി ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂ പറയുന്ന സ്പിരിച്വലായിട്ട് കാര്യങ്ങൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രശ്നം സൈക്കോളജിക്കലാണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. സൈക്കോളജിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്തത് ക്ലിയർ ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾ ചിലപ്പോൾ മെഡിസിൻ കഴിക്കേണ്ട കേസായിരിക്കും, ചിലപ്പോൾ മെഡിസിൻ കഴിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്യാം. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ മാത്രം ചിന്തിക്കാവൂ അതൊരു നെഗറ്റീവ് എനർജിയുടെ ഇഷ്യൂ ആണ്, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യാവൂ. അതുവരെ ചെയ്യരുത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമില്ലേ, ഒരു വട്ടം നടന്നാണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങളുടെ തോന്നലായിരിക്കാം, മോളുടെ തോന്നലായിരിക്കാം അതങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഒന്നിലധികം കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ശരീരത്തിൽ എനർജി വേരിയേഷൻ സംഭവിക്കുന്നത് അറിയാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അറിയാൻ പറ്റും. ചില രാത്രികളിൽ ചില സമയത്ത് നമുക്ക് സാന്നിധ്യം അറിയാൻ പറ്റും, സ്മെല്ല് അറിയാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പാറ്റേണായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് സംതിങ് ഒരു പ്രോബ്ലം ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ കണ്ടെത്തണം. ഇനി ആ ഉണ്ടാകുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആവണം നിർബന്ധമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ സോൾ പ്രസൻസുകളും നെഗറ്റീവ് അല്ല. ചില കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ പൂർവികരോ നമ്മുടെ മരണപ്പെട്ട നമ്മുടെ മുതിർന്ന ആളുകൾ നമുക്ക് സാന്നിധ്യം തരുന്നതായിരിക്കാം. ചില സമയത്ത് അഭിരാമി ചിലപ്പോൾ സ്പിരിച്വൽ ആവാനായിരിക്കും പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അഭിരാമി സ്പിരിച്വൽ ആവാനാണ് പറയുന്നത്. അപ്പോൾ അഭിരാമി ചെയ്യേണ്ടത് അത് കൃത്യമായ ഒരു സ്പിരിച്വൽ ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിച്ച് കൃത്യമായി ഫോളോ ചെയ്ത് പോകാനായിരിക്കും ആ റൂട്ട് വരുന്നത്. ഇനി ചില സമയത്താണെങ്കിൽ സംതിങ് എന്തോ അഭിരാമിയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എന്തോ കണക്റ്റ് ആവാൻ വേണ്ടി. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അഭിരാമി എന്ത് ചെയ്യും? ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു, ഇപ്പം ഞാനായതുകൊണ്ട് ഞാൻ പറയുന്നു ആദ്യം സൈക്കോളജിക്കൽ പോയി ചെക്ക് ചെയ്യണമെന്ന്. തിരിച്ച് എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് പ്രേതബാധ എന്ന് പറഞ്ഞപ്പോൾ, ബാധാദോഷം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അഭിരാമി എന്ത് ചെയ്യും? ഇത് എങ്ങനെ മാറ്റണമെന്ന് ചിന്തിക്കും. ഒന്നി കുറച്ച് പൈസയായിട്ട് വരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ശിവലിംഗം വെച്ചു അല്ലെങ്കിൽ ഞാൻ ദേവീനെ വെച്ചിട്ട് ഞാൻ ചെയ്തതെല്ലാം പോസിറ്റീവാണെന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതായത് എൻ്റെ വീട്ടിൽ മുഴുവനും ദൈവങ്ങളുടെ വിഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ദൈവങ്ങളുടെ വിഗ്രഹമാണെന്ന് പോസിറ്റീവ് ആവണമെന്നില്ല. അത് വെച്ചിട്ട് അതിൻ്റെ മറവിലും നമ്മൾ ഈ പറയുന്ന തെറ്റുകാരണം നമുക്ക് സംഭവിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിരാമി അങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് ഞാൻ അഭിരാമിക്ക് ചില പ്രോസസ്സുകൾ തരാം. അഭിരാമി ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന മന്ത്രം ചെയ്യും, എത്തിച്ചോളും മാറിക്കോളും എന്ന് പറയും. എന്താ ഉറപ്പ്? അവിടെ മുതൽ അഭിരാമി കുഴി ചാടാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ അഭിരാമിയുടെ എനർജി ലെവൽ മൊത്തം അൺകൺട്രോൾ ആവും. ഈ പറയുന്ന നെഗറ്റീവ് സോളുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് സോൾ ആദ്യം തരുന്ന ഫിയർ ആയിരിക്കും. ഈ ഫിയർ അഭിരാമിനെ ടെൻഷൻ അടിപ്പിക്കും, പാനിക്കാക്കാൻ തുടങ്ങും. അപ്പോൾ അഭിരാമി ഓടി നടക്കും, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ച്. അവസാനം കുഴി ചാടും, കറക്റ്റ് സോളുമായിട്ട് കണക്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സൂക്ഷിക്കണം ഇതെന്താണെന്ന്. ഒന്നുമില്ല, നമ്മുടെ അടുത്തോട്ട് വരുന്നില്ലെങ്കിൽ അതിന് അവിടുത്തെ മരേ ഉള്ളൂ.
അതല്ല, നമ്മളോട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിലും ആവാം. അത് കൃത്യമായി കൺസൾട്ടേഷൻ എടുത്ത് ചെക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നോക്കണം അത് എന്താണ് ഇഷ്യൂ എന്ന്. ചിലപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻ ആവാം. സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. ചിലപ്പോൾ ഒരു സാന്നിധ്യം വരും, ചിലപ്പോൾ ഒരു നമുക്ക് ഭയങ്കര സ്മെല്ല് വരും, ചിലപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെയാണ് അത് വരുന്നത്. അതുകൊണ്ട് അത് ചെക്ക് ചെയ്യേണ്ട ഒരു എന്താണെന്ന് കൺഫേം ചെയ്യരുത്. ഒരാൾ പറഞ്ഞു, 2 പേര് പറഞ്ഞത് ഇത് കൺഫേം ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഭിരാമിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് അഭിരാമി 10 പേരുടെ അടുത്ത് കാണാൻ വേണ്ടി പോയി നോക്കിയാൽ സ്പിരിച്വലായിട്ടുള്ളത്. ഒരാൾ പറയും ബാധാദോഷമാണെന്ന്, ഒരാൾ പറയും പ്രേതബാധയാണെന്ന്, ഒരാൾ പറയും വീട്ടിൽ ആരോ മുൻപ് ആരോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ദുരാത്മാവാണെന്ന്, അടുത്ത ആൾ പറയും മുൻ ജന്മത്തിൽ പാപം ചെയ്തതിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അവർക്ക് വായി തോന്നുന്നത് അവർ വിളിച്ചു പറയും. ഇത് കേട്ട് നമ്മൾ കൺഫ്യൂസറാവും, നമ്മൾ പാനിക്കാവും, നമ്മൾ ടെൻഷൻ അടിക്കും, നമ്മൾ പിന്നെ കുറേ പൈസ മുടക്കി അത് ചെയ്യാൻ ഇത് ചെയ്യാനൊക്കെ പോകും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിരാമിക്ക് സ്പിരിച്വൽ ആവണം, അഭിരാമിക്ക് നെഗറ്റീവായൊരു കാര്യം ഉണ്ടെങ്കിൽ അതിന് ദൈവവിശ്വാസത്തിന് ആവശ്യമില്ല. കാരണം ദൈവം ഓൾറെഡി ഉള്ളിലുണ്ട്. പിന്നെ അതിനെ കയറി വിശ്വസിക്കുന്നത്. വിശ്വാസം ഇല്ലെങ്കിൽ മാത്രമാണ് വിശ്വസിച്ചാൽ മതി. ഒന്നിനെ വിശ്വാസമില്ലാത്തപ്പോൾ മാത്രമാണ് നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യം. നമ്മുടെ ഉള്ളിലുള്ളതിനെ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിലുള്ള ആ ശക്തി അവിടെ ഉണ്ട്, അതിനെ ഉണർത്തിയാൽ മാത്രം മതി. അതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രാർത്ഥിക്കുക പോലും വേണ്ട. വളരെ പ്രോപ്പറായിട്ടുള്ള സാധനങ്ങളും മെഡിറ്റേഷൻസും ചെയ്ത് പോയാൽ മതി. ഹൈ ലെവലിലോട്ട് നമ്മൾ ഉയരും. തനിയെ നമ്മൾ മുകളിലോട്ട് ഉയർന്നു പോകും. ഒരു പ്രോസസ്സും ചെയ്യേണ്ട അതിന് വേണ്ടി. അത് ഉയർന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണോ, ഇപ്പോൾ അഭിരാമിനെ ബാധിക്കുന്ന എന്ത് പ്രശ്നമാണോ അത് തനിയെ റിലീസാവാൻ തുടങ്ങും, തനിയെ മാറും. കാരണം അഭിരാമി സ്ട്രോങ് ആയി. അഭിരാമിനെ ബാധിക്കുന്നില്ല, അഭിരാമിക്ക് ഫിയർ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അഭിരാമിനെ ടെൻഷൻ അടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു രൂപം വന്ന് മുന്നിൽ തെളിഞ്ഞു വന്നു പോയി, വീണ്ടും വന്നു പോയി. അഭിരാമിക്ക് ഒന്നും പറ്റിയില്ല. പണ്ടെങ്ങനായിരുന്നെങ്കിലോ നിന്ന നിപ്പിൽ അഭിരാമിയുടെ ബോധം കിട്ടി വരും. അടുത്ത നിമിഷം അഭിരാമി എണീറ്റ് ഓടും പള്ളിയിലോട്ടോ അമ്പലത്തിലോട്ടോ. മനസ്സിലാവുന്നില്ല. അടുത്ത നിമിഷം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടും. അത് അവിടെ നിന്ന് മാറില്ല, ഇവിടെ നിന്ന് മാറില്ല. അവസാനം സൈക്കോളജിക്കൽ പ്രോസസ്സാവും, മാനസികമായി ഡിപ്രഷനിലോട്ട് പോകും, പേഷ്യൻ്റായിട്ട് മാറും. ശരിക്കും നമ്മുടെ ആ ഫിയർ എന്ന് പറയുന്നത് കോൺഫിഡൻസാണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നതാണ് സ്പിരിച്വാലിറ്റി. വിശ്വാസത്തിലാണ് സ്പിരിച്വാലിറ്റി ഉറച്ചു നിൽക്കുന്നത്. എന്ത് വന്നാലും ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് അതില്ല. അവിടെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി പ്രൊട്ടക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്. ആ തലങ്ങൾ ഏതാണെന്ന് ചെക്ക് ചെയ്ത് വേണം. ചിലപ്പോൾ സ്പിരിച്വൽ മേഖലയിലോട്ട് കണക്ട് ചെയ്യേണ്ട അഭിരാമി ചിലപ്പോൾ പോകുന്നത് നെഗറ്റീവായ സൈഡിലോട്ടായിരിക്കും. അപ്പോൾ അതിനെ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അത് നോക്കാവൂ എന്നാണ്. ഇങ്ങനെ ഒരു അനുഭവം ഒന്നിൽ കൂടുതൽ വട്ടം വന്നാൽ അത് ശ്രദ്ധിക്കും, ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും രൂപങ്ങളല്ല, ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ ഇത് നേരെ കാണുക, അതുപോലെ തന്നെ നടന്നു പോകുന്നത് ഫീൽ ചെയ്യുക, അതെല്ലാം അപ്പോൾ ഈ ഒരു ഇതിലേക്ക് തന്നെ. അപ്പോൾ സാന്നിധ്യം ഉണ്ടെന്ന് അർത്ഥം. സംതിങ് എന്തിലോട്ടോ കണക്റ്റ് ആവുന്നുണ്ട്, സംതിങ് എന്തോ ഇഷ്യൂ ചുറ്റും നടക്കുന്നുണ്ട്. ഇനി അതൊരു പക്ഷേ നമ്മുടെ പ്രശ്നമാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ പ്രശ്നമാവാം. ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മയും പോയിട്ട് എന്തെങ്കിലും മന്ത്രവാദങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിലെ സാന്നിധ്യം ഉണ്ടാവും. അത് ബാധിക്കുന്നത് മക്കളായിരിക്കും. അച്ഛനമ്മയും ചെയ്യുന്ന കർമ്മം ബാധിക്കുന്നത് മക്കളായിരിക്കും. ഇനി അതുമല്ല, ചിലപ്പോൾ പൂർവികരായിട്ട് എന്തെങ്കിലും ഒരു ഉപാസന ചെയ്തിട്ടുണ്ടെന്ന ആളുകളാണെന്ന് വിചാരിക്കുക. ഉപാസന നമ്മുടെ തറവാട്ടിൽ ചെയ്യുന്നില്ല, അത് ബാധിക്കുന്നത് നമ്മളാരെങ്കിലും ആയിരിക്കും, മക്കളെ ആരെങ്കിലും ആയിരിക്കും. അതും പ്രശ്നം വരാം. അപ്പോൾ എന്ത് വേണമെങ്കിലും അവൻ നോക്കേണ്ടി വരും, ചെക്ക് ചെയ്യേണ്ടി വരും എന്താണെന്ന്. നോർമലാണെങ്കിൽ കുഴപ്പമില്ല, അതല്ല ഡിസ്റ്റർബൻസ് ആണ് വരുന്നുണ്ടെങ്കിൽ സംതിങ് റോങ്. അപ്പം മെൻ്റലി ആയിരിക്കും ബാധിക്കുന്നത്. ആദ്യം മെൻ്റലിയാണ്, ഇമോഷണലിയാണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. ഇമോഷണലി അറ്റാക്ക് ചെയ്യാണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇമോഷൻ നമ്മുടെ വേവുകളെ ആദ്യം കട്ട് ചെയ്ത് കളയും, പോസിറ്റിവിറ്റിനെ കട്ട് ചെയ്ത് കളയും, വിശ്വാസത്തെ കട്ട് ചെയ്ത് കളയും, ദൈവവിശ്വാസത്തെ കുറയ്ക്കും. പക്ഷെ ഉണ്ടാകും, പക്ഷെ ഉള്ളിൽ ആ ഫീൽ ഉണ്ടാവില്ല, ശരീരത്തിലെ സെൻസേഷൻ ഉണ്ടാവില്ല. ഇതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയാണ് സെക്ഷൽ പൊസഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ. എന്താണ് സെക്ഷൽ പൊസഷൻ? പൊസഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് തന്നെ പൊസഷൻ എന്ന് പറയുന്ന വേർഡിന് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്. അങ്ങനെ പൊസഷൻ എന്ന് പറഞ്ഞാലേ ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. അത് നമ്മളൊരു പട്ടേ നമുക്ക് ഈ നൂറ്റാണ്ടിലിരുന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അത്. പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ഒരു വേറെ വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവദോഷം, ഗന്ധർവബാധ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലങ്ങളിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന കണ്ടീഷനാണ് ആക്ച്വലി ഇത്. ഇത് അറിവില്ലായ്മ കൊണ്ട് വിളിച്ചുകൊണ്ടിരുന്ന ആക്ച്വലി ഇത് ഗന്ധർവദോഷമോ ഗന്ധർവബാധയോ ഒന്നുമല്ല. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മുടെ കുടുംബമായിട്ട് എന്തോ ആരുടെയോ ആത്മാവിനോ എന്തോ ദോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എന്തോ നെഗറ്റീവായ സോളുകളെ എന്ന് പറഞ്ഞാൽ ഉപാസനകൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു നമ്മുടെ ഫാമിലി. അത് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനോ ആരോ ഒക്കെ ആയിരിക്കാം ഈ നെഗറ്റീവായ സോളുകളെ ഉപാസന ചെയ്തുകൊണ്ടിരുന്നത്.
ഈ ഉപാസന പിന്നീട് മുടങ്ങിപ്പോവും. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഏതെങ്കിലും നെഗറ്റീവ് സോളുകളുമായിട്ട് നമ്മൾ പോയിട്ട് കണക്റ്റ് ആവും. ഒന്നുകിൽ ഓട്ടോ റൈറ്റിംഗ് ചെയ്യുകയോ ഓജോ ബോർഡ് കളിക്കുകയോ തുടങ്ങിയിട്ടുള്ള ഈ സോളുകളെ വിളിച്ചു വരുന്ന ഒരുപാട് മീഡിയംസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും മീഡിയംസിലൂടെ നമ്മളിത് കയറി കണക്റ്റ് ആവും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സോളുകൾക്കും, നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ് സോളുകളും, ഓരോ സോളുകൾക്കും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ചില സോളുകൾ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറി അലമ്പുണ്ടാക്കി കളയും, അങ്ങോട്ട് ഒച്ചപ്പാടും ബഹളം തമ്മിത്തൽ തുടങ്ങിയുള്ള കാര്യം ഉണ്ടാക്കി കളയും. ചില സോളുകൾ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ, ചില സോളുകൾ അസുഖം, ഭയങ്കര അസുഖമായിരിക്കും നമ്മുടെ വീടിനകത്ത്. ഈ പറയുന്ന സോളുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർ സെക്ഷലി അബ്യൂസ് ചെയ്ത് കളയും. സെക്ഷൽ ഊർജ്ജമായിരിക്കും ഇവർ. ഇത് എല്ലാ സോളുകളും ഊർജ്ജത്തെ വലിച്ചെടുക്കുന്നത്. ഈ സോളുകൾ സെക്ഷലി അബ്യൂസ് ചെയ്ത് കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയത്ത് ഈ പറയുന്ന ഈ പെൺകുട്ടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി പോയി ഇരിക്കുന്ന സമയത്ത് മുതൽ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങും. രാത്രി സമയങ്ങളിൽ ചുറ്റും നടക്കുന്നതായിട്ട് തോന്നും, അടുത്തിരിക്കുന്നതായിട്ട് തോന്നും, ഒരു പ്രത്യേക സ്മെല്ല് അനുഭവപ്പെടാൻ തുടങ്ങും. ഈ സ്മെല്ല് അനുഭവപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും പതുക്കെ ഈ കുട്ടി ഉറക്കത്തിലോട്ട് വഴുതാൻ തുടങ്ങും, ഉറക്കത്തിലോട്ട് പോകാൻ തുടങ്ങും. ആ ഉറക്കത്തിലോട്ട് പോകുന്നത് വളരെ ഡീപ്പായിട്ടായിരിക്കും സ്ലീപ്പിലോട്ട് പോകുന്നത്. അടുത്ത നിമിഷം മുതൽ വളരെ സുഖകരമായ കാര്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കാൻ തുടങ്ങും. നമ്മുടെ മേത്താരോ തൊടുന്നതോ, നമ്മുടെ തലയിൽ തലോടുന്നതോ, നമ്മുടെ ദേഹത്ത് കയറി പിടിക്കുന്നതോ, പിന്നീട് പതുക്കെ 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 സെക്ഷുവലി ആയിട്ട് എങ്ങനെയാണോ റിയലായിട്ട് സംഭവിക്കുന്നത് അതുപോലെ സംഭവിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ സെക്ഷുവൽ അങ്ങ് അബ്യൂസ് ചെയ്ത് കളയും, ഉപയോഗിച്ച് കളയും. അനങ്ങാൻ പറ്റില്ല, ഫ്രീസായി പോകും ശരീരം. കണ്ണ് തുറന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സ്വപ്നം കാണില്ല എന്ന് വിചാരിക്കാം. നമുക്കിതിനെ സൈക്കോളജിക്കലി ഒരുപാട് വേർഡ്സ് ഉണ്ട് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് അതല്ല പ്രശ്നം. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ശരീരം മുഴുവനും പെയിനും, നമ്മുടെ പേഴ്സണൽ പാർട്സിൽ പെയിനും, നമ്മുടെ ഊർജ്ജം മുഴുവൻ നഷ്ടപ്പെട്ട് നമ്മൾ കരിമ്പിൻ്റെ ചണ്ടി പോലെയായി പോകും. നമുക്കൊന്നും അനങ്ങാൻ പറ്റില്ല രാവിലെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ. ഇതാണ് സെക്ഷൽ പൊസഷൻ. ഇത് സ്ത്രീകളുടെ കാര്യം പറയുന്നത്. ഇത് അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഇതുപോലെ തന്നെയാണ്. രാത്രി സമയത്ത് ഈ പറയുന്ന നെഗറ്റീവ് സോളുകൾ വന്ന് കയറി ചിലപ്പോൾ 1-2 വരെ ചിലപ്പോൾ കണക്ട് ചെയ്ത് തരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല. ഒരുപാട് പുരുഷന്മാർ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, കൺസൾട്ടേഷൻ ചെയ്യണേ. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇത് റിയൽ, ശരിക്കും സംഭവിക്കുക. അത് 1, 2, 3 നീണ്ട വർഷങ്ങൾ സംഭവിക്കും. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം വർക്കൗട്ട് ആവില്ല, ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ പറ്റില്ല, ഒന്ന് സ്നേഹത്തോടെ ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല. നമ്മളിലോട്ട് ഒതുങ്ങിപ്പോവും, നമ്മൾ ആ വീടിൻ്റെ അകത്തോട്ട് ഒതുങ്ങിപ്പോവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് നമ്മുടെ ആ വീടിൻ്റെ റൂമിൻ്റെ അകത്തോട്ട് വരാൻ നമുക്ക് തോന്നും. നമ്മുടെ ഒരു കംഫർട്ട് സോൺ അതായി മാറും. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് തലവേദന എടുക്കും, പുറത്തോട്ട് ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ ആ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ തലവേദന മാറും. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും സുഖകരമായൊരു കംഫർട്ട് സോൺ ആ വീടിൻ്റെ, അതാണ് എനർജി വേരിയേഷൻ. ആക്ച്വലി പുറത്തിറങ്ങുമ്പോഴാണ് ശരിക്കും നമ്മുടെ പോസിറ്റീവ് എനർജി. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ആ പോസിറ്റീവ് എനർജി നമുക്ക് തലവേദനയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വീടിൻ്റെ അകത്തോട്ട് വന്നാൽ റൂമിൻ്റെ അകത്തിരിക്കും നമ്മൾ ഓക്കെ ആവും, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അതിലും ഓക്കെ ആവും. ഈ ഒരു കംഫർട്ട്നെസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഊർജ്ജത്തിൻ്റെ ലെവലിൽ നമുക്ക് റിലാക്സേഷൻ തരാൻ തുടങ്ങും. 1, 2, 3 വട്ടമൊക്കെ ആദ്യം നമ്മൾ പേടിക്കും, പിന്നെ നമ്മളിത് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അവിടെയാണ് ഇതിൻ്റെ അപകടം കിടക്കുന്നത്. കുറച്ച് വർഷങ്ങൾ ഇപ്പോൾ പല ആളുകളോട് ഞാൻ പറയാറുണ്ട്, ഈ സെക്ഷൽ പൊസഷൻ കണ്ടീഷൻ റിലീസ് ചെയ്യുന്നത് അവർ തന്നെ വിചാരിച്ചിട്ട് റിലീസ് ചെയ്യുന്നത് ചില ആളുകൾക്ക് ഫ്രസ്ട്രേഷനായിട്ട് മാറും. നീണ്ട വർഷങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ബ്രേക്ക് ആവുക. അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പിന്നെ ഇത് ആഗ്രഹിച്ച് പോയി കുഴി ചാടും. വേറെ ഒന്നുമില്ല, ലൈഫ് മുഴുവനും തകർന്ന് തരിപ്പിടാവും. നമ്മളെങ്ങനെ വിചാരിച്ചാൽ നമുക്ക് മുകളിലോട്ട് ഉയരാൻ പറ്റില്ല. അതാണ് ഈ കണ്ടീഷൻ. ഇത് ഭയങ്കര ഡേഞ്ചർ കണ്ടീഷനാണ്. ഇതിന് കൃത്യമായ ഉപാസനകൾ എടുക്കുകയോ കൃത്യമായ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല ഒരു ദീക്ഷ സ്വീകരിച്ച് മെഡിറ്റേഷൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. ഇത് ഫ്രീക്വൻസി ലെവലാണ്. അതായത് നമ്മളെ അടുത്ത് വന്ന് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബ്രെയിനെ നിയന്ത്രിച്ച് നമ്മുടെ ശരീരത്തെ ഫ്രീസ് ചെയ്ത് നമ്മളെ സെക്ഷുവലി ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പോയി കളയുന്ന പോയിൻ്റാണ്. ആദ്യം വരുന്നത് നമുക്ക് തരുന്ന എനർജി ലെവലാണ്. അതായത് ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു മിസ്സിങ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് തരും. അതിനെ നമ്മൾക്ക് നമ്മുടെ ഓറ ശക്തമാണെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ശ്രമിക്കും, പക്ഷെ നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഉറക്കത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ കൃത്യമായൊരു പ്രൊട്ടക്ഷൻ എടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇനി ഇത് കെയറിങ്ങിലോട്ട് പോകും. ഇപ്പോൾ പറയുന്ന തലോടിലായിട്ടോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നതായിട്ടോ ചില ആളുകൾക്ക് കരയുന്ന സമയത്തായിരിക്കും. അതായത് അവരിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്ന സമയത്ത് അദൃശ്യമായൊരു സാന്നിധ്യം വരും, തലോടുന്നതായിട്ട് ഫീൽ ചെയ്യും, അവരെ ഉമ്മ വയ്ക്കുന്നതായിട്ട് ഫീൽ ചെയ്യും, തുടങ്ങിയുള്ള ഒരുപാട് ഇമോഷണൽ കടന്നു പോകും. ഇറ്റ്സ് എ ട്രാപ്പാണെന്ന് മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് വരെ നമുക്കിത് മനസ്സിലാവില്ല. പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ട്രാപ്പാണ്. കാരണം എന്താ, നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. നമ്മളെ എനർജിയുമായിട്ട് കണക്റ്റ് ആവും എന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവായ സോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പോലെ ആവും. നമ്മൾ വിളിക്കുമ്പോൾ വരും, സംസാരിക്കും, അടുത്ത് വന്നിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഭയങ്കര വൾഗർ സോളാണ്.
അതിനെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അതേ ലെവലിൽ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കും തിരിച്ച്. കല്യാണം കഴിക്കുമെന്ന് വിചാരിക്കുക. ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചെന്ന് വിചാരിക്കുക. ഒരു കാരണവശാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ആ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ചെവിട്ടിലൊന്നും നമുക്ക് പറഞ്ഞു തരും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തരും, സെക്ഷുവലായിട്ട് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കി നമുക്ക് തരും, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫുൾ നെഗറ്റീവായിരിക്കും. അത് ശരിക്കും നെഗറ്റിവിറ്റി അവിടെ ഇല്ല, പക്ഷെ നമുക്ക് തോന്നുന്നത് മുഴുവൻ അങ്ങനെയായിരിക്കും, നമുക്ക് അനുഭവിക്കുന്നത് മുഴുവൻ അതായിരിക്കും. ആ വ്യക്തിയുടെ ശരീരത്തിലോട്ടും ഇതേ പ്രസൻസ് അനുഭവപ്പെടാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല, നമ്മൾ നെഗറ്റീവാണെന്ന് ആ വ്യക്തിയിൽ അറിയാൻ തുടങ്ങും. ചെറിയൊരു സ്വരച്ചേർച്ച മതി ഒരു ബന്ധം തകർന്ന് തരിപ്പണമായി പോകാൻ. അതുപോലെ ആക്കിക്കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പണ്ട് കാലങ്ങളും ശ്രദ്ധിച്ചോ, ഈ ബാധാദോഷമുള്ള ഗന്ധർവദോഷമുള്ള പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കില്ല. അവരവിടെ നിൽക്കും, അവർ കഴിക്കാൻ പറ്റില്ല. അതങ്ങനെയാണ്. അത് ആ എനർജി അവരെ ലോക്ക് ചെയ്ത് കളയും. അതിന് നമ്മളാണ് ശ്രമിക്കേണ്ടത്, അല്ല നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, അമ്പലത്തിൽ പോവാം, പള്ളിയിൽ പോവാം, പൂജകൾ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതൊന്നും ഇതിൻ്റെ ഭാഗമല്ല, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. മാനസികാവസ്ഥ വളരെ ഭയങ്കരമായിട്ട് മോശമാവും, വൾഗറാവും. നമ്മളൊട്ടും പോസിറ്റീവായിരിക്കില്ല. നമ്മൾ വിചാരിക്കും, നമ്മൾ പുറത്ത് നമ്മൾ പോസിറ്റിവിറ്റി കാണിക്കും, പക്ഷേ നമ്മുടെ ഇന്നർ മൈൻഡിൽ ഇന്നർ വിഷൻ ഭയങ്കര ഡേഞ്ചറായിരിക്കും. അത് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നല്ലോ. ഇത് എങ്ങനെയാണ് അപ്പോൾ ഇവരിലേക്ക് വരുന്നത്? എങ്ങനെ വേണമെങ്കിലും കണക്റ്റ് ആവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ ഓരോബോർഡോ ഈ പറഞ്ഞ മീഡിയം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സോളുകളായിട്ട് കണക്റ്റ് ആവും. നമ്മുടെ വീക്ക്നെസ്സാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇത് മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ. ഒരു മനുഷ്യബന്ധം, ഒരു മനുഷ്യരായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വീക്ക്നെസ് അവർ ഉപയോഗിക്കുന്നു. ഇതുപോലെ തന്നെയാണ് സോളുകളുടെ കാര്യത്തിലും. സോളുകളും അവരുപയോഗിക്കുന്നത് നമ്മുടെ വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ് ആയിരിക്കും അവർ നമ്മുടെ കറക്റ്റായിട്ട് പിക്ക് ചെയ്യുന്നത്. സെക്ഷൽ ഊർജ്ജം കൃത്യമായിട്ട് ഒരാൾക്ക് പുഷ് ചെയ്തുകൊണ്ടിരുന്ന അടിമപ്പെട്ടു. എത്ര വലിയ ആളാണെങ്കിലും അടിമപ്പെട്ടു, പുറത്ത് കിടക്കാൻ പറ്റില്ല. പിന്നെ ഇത് ആരോട് പറഞ്ഞ് വിശ്വസിക്കാനാണ്? വീട്ടുകാരോട് പറഞ്ഞ് വിശ്വസിക്കില്ല. സൈക്കോളജിസ്റ്റിനോട് മറ്റുള്ളവരോട് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് പ്രശ്നമാണെന്ന് പറയും. ഇനി വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കും. എന്നാൽ അവർ മാറ്റിത്തരും. അവർ വലിയ കഥയൊക്കെ പറയും. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് പറയും. എന്നിട്ട് പറയും ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, മാറ്റിത്തരില്ല. മാറ്റാൻ പറ്റില്ല. മാറ്റണമെങ്കിൽ കൃത്യമായ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രോസസ്സ് ചെയ്യണം, എങ്കിലത് മാറുള്ളൂ. ഓജോ ബോർഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഓജോ ബോർഡ് കളിച്ച് പ്രേതത്തിനെ വിളിച്ച് വരുത്തി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്നൊക്കെ അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞത് പോവുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. ഇതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവുമല്ലോ. എപ്പോഴും പോസിറ്റീവ് മാത്രമല്ല, ഓജോ ബോർഡിൽ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞുതരാമോ? മോനെ, നമുക്ക് ഈ സ്പിരിച്വൽ കാര്യത്തിൽ സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അപകടവശം എന്ന് പറയുന്നത് സമയം ഭയങ്കര കൂടുതൽ വേണം. അതായത് നമ്മൾ നോർമലി ജീവിക്കുന്നതിനേക്കാളും 10 ഇരട്ടി ടൈം വേണം നമുക്ക് സ്പിരിച്വലായിട്ടുള്ള എനർജികളുമായിട്ട് കണക്ട് ചെയ്യാനും, ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാനോ, ദൈവമായിട്ട് കണക്ട് ചെയ്യാനോ, ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാനോ, ജീസസ് ക്രൈസ്റ്റായിട്ട് കണക്ട് ചെയ്യാനൊക്കെ കൂടുതൽ സമയം പ്രാർത്ഥിച്ച് നല്ല ഡെഡിക്കേഷൻ വരുത്തിയാലേ നമ്മൾ കണക്റ്റ് ആവുള്ളൂ. നെഗറ്റീവ് എനർജി അങ്ങനെയല്ല, 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം. കാരണം എന്താ, ലക്ഷക്കണക്കിന് സാധനം വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് ചുറ്റും. 1 മിനിറ്റ് കൊണ്ട് നമ്മൾ കണക്ട് ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്ന, ഒരു കാരണവശാലും ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ മന്ത്രവാദം, പ്രേതം, ഭൂതം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഭയങ്കര ക്രൈസാണല്ലോ. ഇത് ഒരു വട്ടം നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് പുറത്ത് കിടക്കാൻ പറ്റില്ല. നമ്മുടെ ഫുൾ എനർജി ലെവലിൽ നമ്മുടെ ഫുൾ ബോഡി കൺട്രോളും അവരുടെ കയ്യിലോട്ട് പോകും. മാറി നിന്നായിരിക്കും മുഴുവൻ ഇവരിത് കൺട്രോൾ ചെയ്യുന്നത്. മുഴുവൻ നമുക്ക് തടസ്സങ്ങൾ വരുത്തും. ഇത് നെഗറ്റീവായ സൈഡാണ് ഈ പറയുന്ന അമിതമായിട്ടുള്ള സെക്ഷൽ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ആവും. ട്രസ്റ്റ് ഇഷ്യൂസ് നമുക്ക് ഡെവലപ്പ് ആവും. നെഗറ്റീവായ കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ആവും. തുടങ്ങിയിട്ട് ഒരുപാട് നമ്മളെങ്ങനെയാണ് ഒരു മനുഷ്യൻ നശിക്കാൻ വേണ്ടി എന്തൊക്കെ വേണം അതെല്ലാം നമുക്ക് ഡെവലപ്പ് ആവും. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കൈ ചൂണ്ടി പറയും നിങ്ങളാണ് പ്രശ്നം എന്ന് പറയും. മനസ്സിലായി? ഈ നെഗറ്റിവിറ്റിയിലോട്ട് പോകും. ഒരു കാരണവശാലും കണക്ട് ചെയ്യരുത്. അത് കണക്ട് ചെയ്താൽ പിന്നെ ആ എനർജി ഭയങ്കര ഡേഞ്ചറാണ്. അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ സ്പിരിച്വൽ എനർജി നീണ്ട വർഷങ്ങളെടുത്താലേ നമുക്കതിനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലേ, നമുക്ക് ഒരുപാട് ലൈഫില്ലേ, നമ്മൾ അതിലോട്ടൊക്കെ പോയാൽ പോരെ. നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടികളെടുത്ത് തലയിൽ വെച്ചിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഓട്ടോ റൈറ്റിംഗ് ചെയ്തിട്ട് എത്ര പേർക്ക് പണി കിട്ടിയിരിക്കുന്നത്. ഓജോ ബോർഡ് കളിച്ചിട്ട് എത്ര കേസാണ് വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും തമാശയാണെന്ന്. ഓജോ ബോർഡ് ആ കളം വരച്ച് പേരെഴുതി കോയിൻ വെച്ച് കളിക്കുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. അതിൻ്റെ അകത്തൊരു എനർജി സീക്രട്ട് ഉണ്ട്. നമ്മൾ സോളുകളെ വിളിക്കുന്നതും നമ്മുടെ ശരീരം പെർമിഷൻ കൊടുക്കണം. നമ്മൾ ഗായത്രിക്ക് ഒരു സോളുമായിട്ട് അഭിരാമിക്ക് ഒരു സോളുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഭിരാമി പെർമിഷൻ കൊടുക്കണം. അതായത് സോള് പ്ലീസ് കം കണക്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന കണക്ഷനാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് എവിടെയാണ് കണക്റ്റ് ആവുന്നത്? അഭിരാമിയുടെ ഏത് ചക്രയാണോ ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്നത് ആ ചക്രയിലേക്ക് കയറി അടിക്കുന്നത്. ആ ചക്ര
ഡൗൺ ആയി പോകും. ഭൂമിയിലുള്ള ആത്മാക്കളായിരിക്കോ അല്ലെങ്കിൽ ഭൂമി വിട്ടുപോയ ആത്മാക്കളായിരിക്കോ ഓജോ ബോർഡിലൂടെ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക? എത്രയോ ലക്ഷക്കണക്കിന് സോളുകൾ നമുക്ക് ചുറ്റുമുള്ളത്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ പണ്ട് ചേച്ചിമാരൊക്കെ കളിച്ചപ്പോൾ ആ ആത്മാവ് പറഞ്ഞു എന്ന് അവർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും ഈ ഓജോ ബോർഡ് കളിച്ച് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെ സത്യമാണോ? പിന്നല്ലേ, ആത്മാക്കൾ മുഴുവൻ നെഗറ്റീവാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ ഒരുപാട് പെയിൻ അനുഭവിച്ച് ദുർമരണങ്ങൾ സംഭവിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതെ മോക്ഷം നേടാൻ പറ്റാതെ ഭയങ്കരമായിട്ട് ഈ എനർജി ലെവലിൽ ദാരുണമായിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സോളുകളൊക്കെ ഉണ്ട്. അതായത് ഭയങ്കര വൾഗറായ സോളുകളുണ്ട്. ഈ സാധനമൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് പോവില്ല, റിലീസ് ആവില്ല. എവിടെ പോകാനാ? അവർ കഷ്ടപ്പെട്ട് കിടക്കുക ആരെങ്കിലുമായിട്ട് കണക്ട് ആവാൻ വേണ്ടി. പിന്നെ അവരെവിടെ പോകാനാ? അവിടെ നിൽക്കും. പിന്നെ നമുക്ക് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാം, ഇല്ലെങ്കിൽ പെട്ടുപോകും. ഞാൻ പറയുന്നത് ഇതിലോട്ടൊന്നും പോയി തല വെക്കരുതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ മേലെ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ സ്പിരിച്വൽ എനർജിയിലാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മുടെ ജനനം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചുറ്റും ഒരു ഓറയുണ്ട്. ആ ഓറയാണ് സ്പിരിച്വാലിറ്റി. ആ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒന്നും ആവശ്യമില്ല, ദൈവവിശ്വാസമില്ല. അതിലാണ് നമ്മൾ ജനിക്കുന്നത്. ഈ സാധനത്തെയാണ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. മരണം വരെ ചില ആളുകൾ ശ്രദ്ധിച്ചോ, എത്തിസ്റ്റുകളായിരിക്കും. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർക്കൊന്നും സംഭവിക്കില്ല. എന്താ കാരണം? അത് പ്രാർത്ഥനയായിട്ടല്ല. അവർ വേറെ ഒന്നും ചെയ്യുന്നില്ല. അവർ നെഗറ്റീവായ സോളുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, അവർ ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, അവരൊന്നുമില്ല. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. എന്ത് സംഭവിക്കാനാ? അവർക്ക് വിശ്വാസമുണ്ട്, അവർക്കൊന്നും പറ്റൂല എന്ന്. അത് തന്നെയല്ലേ സ്പിരിച്വാലിറ്റി. അഭിരാമിനെ വിശ്വസിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. അഭിരാമി പോയിട്ട് ദൈവത്തെ, ഈ പറയുന്ന പൈസ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ദൈവങ്ങളുടെ രൂപത്തെ വിശ്വസിക്കുന്നതല്ല. അഭിരാമിയുടെ ദൈവം എന്ന് പറയുന്ന സങ്കല്പം അഭിരാമി കണ്ടിരിക്കുന്ന രൂപങ്ങളിലോട്ട് അഭിരാമി കണക്ട് ചെയ്തിരിക്കുന്നത്. ആ രൂപമല്ല ദൈവം, അത് സങ്കല്പമോ. സങ്കല്പം വേറെ, അഭിരാമിയുടെ ഉള്ളിലിരിക്കുന്ന ഭഗവതി വേറെ. മനസ്സിലാവുന്നില്ല? ഉള്ളിലിരിക്കുന്ന ഭഗവതിയാണ് യഥാർത്ഥ ഭഗവതി. ആ ഭഗവതിനെ കണ്ടെത്താൻ അഭിരാമി ഇതുവരെ ശ്രമിച്ചിട്ടില്ല, ആരും ശ്രമിച്ചിട്ടില്ല. നമ്മൾ പോകുന്നത് അമ്പലങ്ങളിലോ പള്ളികളിലോ ഇരിക്കുന്ന ആ രൂപത്തെയാണ് നമ്മൾ മനസ്സിലെടുക്കുന്നത്. അത് രണ്ടാ. മറ്റേതിനെ എന്താണോ നമ്മൾ തകർക്കുന്നത് എങ്കിൽ മാത്രമേ ഉള്ളിലിരിക്കുന്നതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? മരണം വരെ നമ്മളിങ്ങനെ കൈകൊമ്പി നിൽക്കും, ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ നിൽപ്പ് അവിടെ നിൽക്കും വേര് പിടിച്ച്. മറ്റേതിനെ കണക്ട് ചെയ്യണം. മറ്റേതാണ് നമ്മുടെ യഥാർത്ഥ ഭഗവതി, അതാണ് യഥാർത്ഥ ഭഗവാൻ. അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. അത് തന്നെ അൾട്ടിമേറ്റ്. പക്ഷേ ബിസിനസ് പരമായിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെല്ലാം കൺവേർട്ട് ചെയ്ത് വെച്ച് അവിടെ കൊണ്ടുവച്ച് നിങ്ങൾ ഇവിടെ വന്നാൽ, ആരാധനകൾ വന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് പൂജകൾ ചെയ്യാൻ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായി. അതായത് ഇപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒന്നുമല്ലേ, ഒന്നും ഇല്ലേ? ഇപ്പോൾ എവിടെയും പറയുന്നില്ലല്ലോ, ഒരു മതങ്ങളിലും പറയുന്നില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവായ എനർജികളുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ.